ത്യാഗം ചെയ്തവരേ, ദൈവമേകുമി സ്നേഹമാതൃക പിന്തുടർന്നിടണം. സുഭഗമോർമ്മകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. മനുഷ്യ പുരോഗതിയുടെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒന്നായിരുന്നു വ്യാവസായിക പുരോഗതി. ലോകമെമ്പാടും വ്യാവസായികവും സാങ്കേതികവുമായ ഒരു പുത്തൻ മുന്നേറ്റം. ഇത്തരം മുന്നേറ്റങ്ങളെ എന്നും ആരോഗ്യപരമായി മാത്രമേ ലോക ക്രൈസ്തവ സമൂഹം കണ്ടിട്ടുള്ളൂ. അതിൻ്റെ ഭാഗമെന്നോണം സാങ്കേതിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ ഒരു വൈദികൻ നമുക്കിടയിലുണ്ട്. തൃശ്ശൂർ അതിരൂപതയിലെ സാങ്കേതിക വിദ്യാഭ്യാസത്തിൻ്റെ അമരക്കാരനും തുടക്കക്കാരനുമായ ഫാദർ ആന്റണി തൈക്കാനത്ത്. ആയിരത്തി 1980 കാലഘട്ടമായപ്പോഴേക്കും സാങ്കേതിക പരിജ്ഞാനം നേടിയവരുടെ സ്വഭാവത്തിന് മാറ്റം വന്നു. കമ്മ്യൂണിക്കേഷൻ മേഖലയിലും IT മേഖലയിലുമൊക്കെ വലിയ മുന്നേറ്റങ്ങളുണ്ടായപ്പോൾ കേരളത്തിലെ ജനങ്ങൾ അതിന് സജ്ജമാകാൻ വേണ്ടി ആന്ധ്ര, കർണാടക, തമിഴ്നാടു മുതലായ സ്ഥലങ്ങളിൽ പോയിട്ടാണ് പഠിച്ചിരുന്നത്. കേരളത്തിൽ അതിനുള്ള സൗകര്യങ്ങൾ ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഇവരൊക്കെ അന്യ സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുകയും അതിനുശേഷം തിരിച്ചു വന്ന് ഇവിടെയോ വിദേശത്തോ ജോലി തേടുകയും ചെയ്തിരുന്നത്. തൃശ്ശൂർ രൂപതയുടെ ഒരു പ്രസ്ഥാനമാണ് എൻജിനീയേഴ്സ് ഫോറം. ഞാനതിൻ്റെ സെക്രട്ടറി ആയിരുന്ന കാലത്ത് ഈ സാങ്കേതിക പരിജ്ഞാനം മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി നമ്മുടെ പിള്ളേർ നേടുന്നതിന് പകരം എന്തുകൊണ്ട് ഇവിടെ തന്നെ നമുക്കതിന് സൗകര്യം ഒരുക്കിക്കൂടാ? പുറമെ പോകുന്നതുകൊണ്ട് പണച്ചെലവ് മാത്രമല്ല, കുട്ടികൾ വീട്ടിൽ നിന്ന് മാതാപിതാക്കന്മാരുടെയും ബന്ധപ്പെട്ടവരുടെയും ശ്രദ്ധയില്ലാത്ത ഒരു മേഖലയിൽ ചെന്ന് പെടുമ്പോൾ പലരും വളരെയധികം ദുശീലങ്ങൾക്ക് അടിമപ്പെടാറുണ്ട്. അതിന് കാരണമായി തീരാറുണ്ട്. മയക്കുമരുന്ന്, അതുപോലുള്ള മറ്റ് ലൈംഗിക അരാജകത്വങ്ങൾ, അതിലൊക്കെ പല കുട്ടികളും ചെന്നപ്പെടുന്ന അനുഭവം ഉണ്ടായിരുന്നു. ഇപ്പോഴും അവിടെ പോകുന്നവർക്കില്ലെന്നല്ല. പക്ഷേ അതിനൊക്കെ ഒരു പരിഹാരമായിരിക്കും ഇവിടെ തന്നെ നമ്മൾ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം, ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ നമുക്ക് ITCകളും ITIകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനേക്കാൾ ഹയറായിട്ട് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ പ്രത്യേകിച്ച് സഭ കാലിപ്പത്തിട്ടുണ്ടായില്ല. ആയിരത്തി 1972 തൈക്കാനത്തച്ഛൻ അന്തിക്കാട് വിശുദ്ധ അന്തോനീസിൻ്റെ പള്ളിയിൽ
സ്വതന്ത്ര വികാരിയായി സ്ഥാനമേൽക്കുന്നത്. സാങ്കേതികവും സാമൂഹ്യവുമായ പ്രതിബദ്ധതകൾ ഈ വൈദികന് എന്നും ഒരു ദൗർബല്യമായിരുന്നു. ഇക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തേക്കാനത്തച്ഛൻ തയ്യാറല്ലായിരുന്നു. ശ്രീ ആന്റണി തേക്കാനത്ത് അന്തിക്കാട് പള്ളിയുടെ വികാരി അച്ഛനായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു സമയത്ത് ഞാൻ ഈ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ അച്ഛൻ്റെ ചില വികസന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ എനിക്ക് അല്പം കൂടി ആകർഷത തോന്നിയത് കൊണ്ടായിരിക്കാം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു പൊതുപ്രവർത്തനത്തിൽ ഇത്രയും കാലം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞതെന്ന് ഞാനിപ്പോൾ സംശയിക്കുന്നു. ഞാനിങ്ങനെ പൊതുപ്രവർത്തനം നടത്തിയ ഈ സമയത്താണ് അച്ഛൻ ആദ്യമായിട്ട് ഇവിടെ ഒരു സേവാസദൻ എന്ന രീതിയിലൊരു ഈ പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തൊരു കെട്ടിടം പണിയുകയും അവിടെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ ആരംഭിച്ചു. അച്ഛൻ്റെ ഉദ്ദേശം ആ ആരംഭത്തിൽ നിന്ന് കുറച്ച് പേർക്കെങ്കിലും കുറച്ച് ജോലി കൊടുക്കുക എന്നുള്ളതായിരുന്നു. ആദ്യമായിട്ട് കണ്ടത് ഈ നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ അരിപ്പൊടി അത് പാക്കറ്റുകളിലാക്കി വിൽപ്പന നടത്തുന്ന ഒരു സംഗതി, അതുപോലെ തന്നെ സൂട്ട് കേസ് നിർമ്മാണം, അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾക്ക് ജാതി മതം ഒന്നും നോക്കാതെ ഇവിടെ തയ്യൽ പരിശീലനം, അങ്ങനെ തുടങ്ങിയ ഒരു പ്രവർത്തനം ഈ സേവാസദൻ കേന്ദ്രീകരിച്ച് നടത്തിയിരുന്നു. ഫാദർ ആൻ്റണി തേക്കാനത്തുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അടുത്ത വ്യക്തിബന്ധം മാത്രമല്ല, ഞങ്ങൾ കുടുംബ ബന്ധുക്കൾ കൂടിയാണ്. ഒരുപാട് പ്രവർത്തനങ്ങൾ അദ്ദേഹവുമായി ഇടപഴകി ചെയ്യാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഒരു ഇടവക ഭരണത്തിൽ ആ ഇടവകയിലെ ആത്മീയ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധയൂന്നുന്നതോടൊപ്പം തന്നെ പൊതുവായ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ ജീവിക്കുന്ന മനുഷ്യരെ കാണുകയും അവരെ തിരിച്ചറിയുകയും അവരുടെ നൊമ്പരങ്ങളിൽ, വേദനകളിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ഫാദർ ആൻ്റണി തേക്കാനത്ത്. വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹത്തിന് വലിയ കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. ഈ അന്തിക്കാട് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പുത്തൻപീടിയയിലെ ഓസാനം ITC, അതുപോലെ തന്നെ നടത്തറ മഡോണ, ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, അങ്ങനെ തുടങ്ങിയ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഫൗണ്ടർ കൂടിയാണ് ഫാദർ ആൻ്റണി തേക്കാനത്ത്. മാത്രമല്ല, പഞ്ചായത്തിനെ സംബന്ധിച്ച് പഞ്ചായത്തിൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങളിൽ അന്തിക്കാട് ഇടവക വികാരിയായിരിക്കുമ്പോൾ തന്നെ പഞ്ചായത്തിൻ്റെ നാനാവിധ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ശ്രദ്ധയൂന്നിയിരുന്നു. അന്ന് പഞ്ചായത്ത് ഇത്തരം വ്യക്തികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പല കോർ കമ്മിറ്റികളിലും അവരെ അംഗങ്ങളാക്കിക്കൊണ്ട് അവരുടെ കഴിവുകളെ പരമാവധി സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ തിരിച്ചുവിടുന്നതിന് വളരെയധികം ശ്രദ്ധ കൊടുത്തിരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു. ആദ്യമായിട്ട് വികാരിയാവുന്നത് അന്തിക്കാട് പള്ളിയിലാണ്. രാഷ്ട്രീയ അതിപ്രസരമുള്ളൊരു സ്ഥലമാണത്. കത്തോലിക്കർ അധികമില്ല. അധികവും ചെത്ത് തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന അധികം പേരുണ്ടായിരുന്നു. എല്ലാവരുമായി നല്ലൊരു സൗഹൃദം സ്ഥാപിക്കണം എന്നെനിക്കുള്ളിൽ ആഗ്രഹമുണ്ടായിരുന്നു. അതിനുവേണ്ടി എല്ലാവർക്കും ഉപകാരപ്രദമായ രീതിയിൽ ചില കാര്യങ്ങൾ ആസൂത്രണം ചെയ്തു. അതിന് സേവാസദൻ എന്ന് പറയുന്ന ഒരു സോഷ്യൽ സെൻറ്റർ ആരംഭിച്ചു. അതിനുള്ള കെട്ടിടം പണിയാൻ പഴുവമ്പള്ളിയിൽ നിന്ന് കുറേ പഴയ മരങ്ങളും കല്ലും കിട്ടി. കെട്ടിട നിർമ്മാണത്തിന് പണത്തിന് ആവശ്യമായി ഉദ്യോഗപർവം എന്ന ഒരു KPACയുടെ നാടകം കൊണ്ടുവന്ന് കളിച്ചു. അത്യാവശ്യം കെട്ടിട നിർമ്മാണത്തിനുള്ള പണം അതുകൊണ്ട് സ്വരൂപിക്കാൻ കഴിഞ്ഞു. ഇടവകയിലെ ചെറുപ്പക്കാരൊക്കെ അതിന് നല്ല സഹകരണം കാഴ്ചവെച്ചു. അതുകൊണ്ട് സേവാസദൻ്റെ കെട്ടിട നിർമ്മാണം പള്ളിക്ക് ബാധ്യതയില്ലാതെയും മറ്റു വലിയ പരസ്യമായ പിരിവുകൾ കൂടാതെയും പൂർത്തിയാക്കി. അതിനുള്ളിൽ പല പരിപാടികളും ചെയ്തിരുന്നു. ഒന്ന് നഴ്സറി സ്കൂൾ,
ടൈലറിങ് ക്ലാസ്, ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ്, ട്യൂഷൻ സെൻ്ററുകൾ, താരതമ്യേന ദരിദ്ര ഗ്രാമമായ അന്തിക്കാടിനെ സാമ്പത്തികമായി മുന്നോട്ടു നയിക്കാൻ കഴിയുന്ന ഒട്ടേറെ കർമ്മ പദ്ധതികളാണ് അച്ഛനിവിടെ സമാരംഭിച്ചത്. ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും സജീവമായ പിന്തുണ ഇക്കാര്യത്തിൽ അച്ഛനുണ്ടായിരുന്നു. സേവാസദൻ എന്ന പേരിൽ കുട്ടികൾക്കായി തുടങ്ങിയ തൊഴിൽ പരിശീലന കേന്ദ്രം ഇതിനുള്ള ഉത്തമ മാതൃകയാണ്. അരിപ്പൊടി നിർമ്മാണം മുതൽ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് വരെ ഈ സ്ഥാപനത്തിൽ ഒന്നുപോലെ സജീവമായിരുന്നു. ജോസേട്ടന് ഓർമ്മയുണ്ടാവുമെന്ന് അറിയില്ല, തേക്കാനത്തച്ഛൻ നമ്മുടെ പള്ളിയിലെ ഇടവക വികാരിയായിട്ട് വരുന്നത് 1971. അപ്പം അദ്ദേഹം ആദ്യമായിട്ടാണ് വികാരി അച്ഛനായിട്ട് ഇവിടെ വരുന്നത്. 31 വയസ്സേ പ്രായമുള്ളതെന്ന്. അപ്പോൾ വരുമ്പോൾ തന്നെ അദ്ദേഹം ഒരു പ്രവർത്തനോന്മുഖമായ മനസ്സോട് കൂടിയിട്ടാണ് വരുന്നത്. ഒരു മിനിറ്റ് വെറുതെ ഇരിക്കാനായിട്ട് അദ്ദേഹത്തിന് താല്പര്യമില്ല. നമ്മൾ പറയും വർക്കാഹോളിക് എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ ആ ജോലി ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന് ഊർജം കിട്ടുന്നത്. അത് വേറൊരാളെ വെറുതെ ഇരിക്കാനായിട്ടും അനുവദിക്കില്ല. ഞാനിന്ന് കോളേജിൽ പഠിക്കുന്ന സമയം. അപ്പോൾ ഇവിടെ വരുമ്പോൾ എനിക്കും ആൾ ജോലി തരും. എനിക്കെന്ന് മാത്രമല്ല, വരുന്നവർക്കെല്ലാം ആൾ എന്തെങ്കിലും ജോലി തരും. അപ്പോൾ ആളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വരികിൽ, ഈ പള്ളിയിലത്തെ കാര്യങ്ങൾ മാത്രം നോക്കുക എന്നതിൽ ഉപരിയായിട്ട് ഈ സമൂഹത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് അതിന് പരിഹാരം കണ്ടെത്താനുള്ള ഒരു ആഗ്രഹവും കഴിവും പ്രാപ്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇവിടെ മുൻപ് അന്ന് വന്ന ഉടനെ തന്നെ ഇവിടെ ഈ തൊഴിലില്ലാത്ത വീട്ടമ്മമാരുണ്ട്. അപ്പോൾ അവർക്കായിട്ട് അരി പൊടിച്ച് പാക്കറ്റിലാക്കി വിൽക്കുന്ന ഒരു സംരംഭം തുടങ്ങി. അത് ആലോചിച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ സംരംഭമാണെങ്കിലും വെറുതെ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ്. വലിയ ഉദ്യോഗമൊന്നും അവർക്ക് കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ സൊഡാലിറ്റിയുടെ ഒരു എംബ്ലം ഉണ്ടായിരുന്നു. അതിൻ്റെ അത് പുറമേ നിന്നും ഇതിൻ്റെ കെമിക്കൽ കൊണ്ടുവന്ന് അത് ഉരുക്കി അതിന് ബാഡ്ജ് മോൾഡിങ് മെഷീൻ കൊണ്ടുവന്ന് ആ മെഷീനിലിട്ട് അത് ഉരുക്കിയെടുത്ത് അതൊരു എംബ്ലം ഉണ്ടാക്കി നമ്മുടെ രൂപതകളിലുള്ള എല്ലാ സൊഡാലിറ്റികൾക്കും അത് ഇഷ്യൂ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയും കുറച്ച് പേർക്ക് 2-3 പേർക്ക് ജോലി കിട്ടിയിരുന്നു. അപ്പോൾ ഈ വരുന്നവരെ കൊണ്ട് അതിൻ്റെ എഡ്ജൊക്കെ കട്ട് ചെയ്യണം. അപ്പോൾ അത് ഇവിടെ വരുമ്പോൾ നീ കുറച്ച് അതിൻ്റെ എഡ്ജൊക്കെ കട്ടി ഷേപ്പിൽ വരുത്തും. അപ്പോൾ വർത്തമാനം പറയും നമ്മൾ അദ്ദേഹമായിട്ടൊക്കെ. അതോടൊപ്പം തന്നെ ഓരോ പാക്കറ്റുകളിലാക്കിയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, കൊടുക്കാനായിട്ട് ഓരോരുത്തരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിക്കുമായിരുന്നു. എനിക്ക് അദ്ദേഹത്തിൽ കാണാൻ പറ്റിയ ഒരു പ്രത്യേകത എന്താണെന്ന് വരികിൽ, പള്ളിയുടെ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രകൃതമായിരുന്നില്ല. വെറുതെ കുർബാന ചെല്ലുക, ചവടപ്പ് നടത്തുക, അത് കഴിഞ്ഞ് മുറിയിൽ ചെന്നിരിക്കുക, അങ്ങനത്തെ ഒരു പ്രകൃതമല്ല. ഓരോ നിമിഷം അദ്ദേഹം ഉപയോഗപ്പെടുത്താനായിട്ട്, ജോലി ചെയ്യിക്കാനായിട്ട്, ഇംഗ്ലീഷിൽ പറയും വർക്കാഹോളിക്കും, അതായത് പ്രവൃത്തിയുടെ വില, സമയത്തിൻ്റെ വില ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ്. പിന്നെ ഈ സമൂഹത്തിന് വേണ്ട കാര്യങ്ങൾ, ബൈബിളിൽ പറയുന്നുണ്ട് വിശന്നിരിക്കുന്നതിന് പ്രസംഗം കേൾക്കാനായിട്ട് പറ്റില്ല എന്ന്. അതുപോലെ വിശപ്പ് എന്നുള്ളതിൻ്റെ മാത്രമല്ല, സമൂഹത്തിന് എന്തൊക്കെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അത് ഏത് നാനാജാതി മതസ്ഥരുടെ, അന്തിക്കാട് പ്രദേശത്തുള്ളവരുടെ കാര്യങ്ങൾ കണ്ടറിയാനായിട്ടും ഒരു വിഭാഗത്തിൻ്റെ മാത്രമല്ല എല്ലാ വിഭാഗങ്ങളുടെയും ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അദ്ദേഹം ശ്രദ്ധാലുവായിരുന്നു. അതിൽ പ്രധാനമായിട്ട് ഇവിടെ തന്നെ പല സംരംഭങ്ങളും അദ്ദേഹം തുടങ്ങുകയുണ്ടായി. ഇവിടെ തന്നെ ഒരു ഹാള് തന്നെ അദ്ദേഹം രൂപപ്പെടുത്താൻ
ശ്രമിച്ചിട്ടുണ്ട്. അതൊരു നാടകമൊക്കെ സെറ്റിൽ ചെയ്ത് ഒരു സേവാസദൻ കെട്ടിടത്തിന്റെ കാര്യം ജോസേട്ടൻ പറയുന്നത്. ആണെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, ഒരു നാടകം നടത്തി പിരിവ് അതിൽ നടത്തി. നിന്നും ആദായം എടുത്തുകൊണ്ട് ഈ ഒരു കെട്ടിടം, ഒരു സേവാസദന ഹാള് എന്ന പേരിൽ ഒരു ഹാൾ ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ അദ്ദേഹം പഴവും പള്ളിയിൽ നിന്ന് പോലും മരങ്ങൾ കൊണ്ടുവന്ന് അതിന് ഫ്രീ ആയിട്ട് കിട്ടാവുന്ന കൊണ്ടുവന്നിട്ട് അദ്ദേഹം ഇവിടെ അത് മനോഹരമാക്കി തീർക്കാനായിട്ട് അങ്ങേയറ്റം ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഹാളിനകത്ത് ക്ലാസ് നടത്തിയിരുന്ന ഓർമ്മയുണ്ടാവും. ഹാളിനകത്ത് ഫ്രീ ഇംഗ്ലീഷ് ട്യൂഷൻ ക്ലാസ്സുകൾ, ക്ലാസ്സുകൾ, പിന്നെ പകല് അവിടെ നഴ്സറി ക്ലാസ്സുകൾ, പിന്നെ തുന്നൽ പെൺകുട്ടികൾക്ക് തുന്നൽ പഠിപ്പിക്കാനുള്ള ഒരു കേന്ദ്രം. അപ്പോൾ അവിടെ പലരും വന്ന് ഇംഗ്ലീഷ് ഫ്രീ ആയിട്ട് എടുക്കാനായിട്ട് വരുമായിരുന്നു. ഡോക്ടർ ശ്രീവിലാസൻ വരുമായിരുന്നു. പിന്നെ പലരും സഹകരിക്കാറുണ്ട്. അത് അച്ഛൻ്റെ നല്ലൊരു സംരംഭമായിരുന്നു. ഞാനും അതിൽ ക്ലാസ് എടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഉപയോഗം ഇവിടെയുള്ള പല യുവാക്കൾക്കും കിട്ടിയിട്ടുണ്ട്. ജോസേട്ടൻ അന്ന് വേദപാഠാധ്യാപകനായിരുന്നു, ഓർമ്മയുണ്ടാവും. അപ്പം അച്ഛൻ ഈ ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. ഇല്ല, വളരെയധികം ശ്രദ്ധാലുവായിരുന്നു ആ കാര്യത്തിൽ. ഞാനും വളരെയധികം അച്ഛനോട് കൂടി സഹകരിച്ച് നീങ്ങിയിരുന്നു. അപ്പോൾ വേദപാഠത്തിൻ്റെ കാര്യത്തിൽ ബാഹ്യമായ കാര്യങ്ങളിൽ മാത്രമല്ല, മനുഷ്യൻ്റെ ആധ്യാത്മികമായ കാര്യങ്ങളിൽ കൂടി അദ്ദേഹം വളരെ ശ്രദ്ധാലുവായിരുന്നു. അതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഈ വേദപാഠം പഠിപ്പിക്കേണ്ട സൗകര്യക്കുറവ് നികത്താൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം ഈ ഹാള് പണിയാനായിട്ട് ശ്രമിച്ചത്. മതപരമായ കാര്യങ്ങളിൽ കൂടി അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. മാത്രമല്ല, അത് കുറേയും കൂടി വിപുലമാക്കുന്നതിന് വേണ്ടി വിദേശങ്ങളിലേക്ക് പോലും എഴുത്തുകൾ എഴുതി അവരെ അറിയിച്ച് അവരിൽ നിന്നും പണം സമാഹരിച്ച് ഈ ഹാള് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. അത് ഇവിടെയുള്ള കുട്ടികളുടെ മതപഠന കാര്യങ്ങളിൽ അങ്ങേയറ്റം 100% മനോഹരമാക്കി തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം ശ്രമിച്ചിരുന്നത്. അന്തിക്കാട്ടെ കോൾ നിലങ്ങളിൽ നിന്നും ജലം പമ്പ് ചെയ്ത് കനാൽ മാർഗം കടത്തിവിട്ടാണ് അച്ഛൻ തൻ്റെ ഇറിഗേഷൻ പ്രോജക്റ്റ് സാധ്യമാക്കിയത്. ഫുഡ് ഫോർ വർക്ക്, ആഹാരത്തിന് തൊഴിൽ എന്ന സ്കീമിലൂടെ ജനപങ്കാളിത്തത്തോടെ നടപ്പിലാക്കിയ ഈ കനാൽ ഇന്ന് അന്തിക്കാട്ടെ ഒട്ടേറെ കർഷകർക്ക് ഒരനുഗ്രഹമാണ്. ദൈവനിവേശിതമായി ഒരു വൈദികൻ തൻ്റെ ജനത്തെ എങ്ങനെ കരുതുന്നു എന്ന് ഈ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. അച്ഛൻ്റെ മറ്റൊരു സംരംഭമായിരുന്നു ഫുഡ് ഫോർ വർക്ക് സ്കീമിൽ അന്തിക്കാട് പള്ളിയുടെ കോമ്പൗണ്ടിൻ്റെ തൊട്ട് വടക്ക് ഭാഗത്തു കൂടെ ഏകദേശം ഒരു 1/2 കിലോമീറ്റർ 1 കിലോമീറ്ററോളം വരുന്ന കനാല്, ഇറിഗേഷൻ കനാല് ഫുഡ് ഫോർ വർക്ക് സ്കീമിൽ ഉൾപ്പെടുത്തി നടത്തിയത്. അപ്പോൾ അത് ഈ അന്തിക്കാട് കിഴക്ക് ഭാഗത്തുള്ള ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോഗ്രാമിൽ ആ കനാലിൽ വെള്ളം അടിക്കുന്നുണ്ട്. അന്തിക്കാട് കോൾപ്പാടങ്ങളിലെ വെള്ളം അധികം വരുന്നത് ഇങ്ങോട്ട് അടിക്കും. അപ്പോൾ അത് ഈ ഭാഗത്തുള്ള കൃഷികൾക്കും ഉപയോഗപ്പെടുത്താം. അതോടൊപ്പം ഇവിടെയുള്ള കിണറുകളിലൊക്കെ വെള്ളം വരാനായിട്ട് സൗകര്യമായിരുന്നു. അപ്പോൾ ആ ഒരു സ്കീം കണ്ടെത്തിയിട്ട് നടത്തിയത്. അത് ഇന്നും ആ കനാൽ അവിടെ ഉണ്ട്, നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അത് പള്ളിയുടെ ഈ
വടക്കേ ഭാഗം അതുപോലെ തന്നെ കിഴക്ക് ഭാഗമൊക്കെ നെൽ പാടങ്ങളായിരുന്നു. അവിടെ 2 കൃഷി നടന്നിരുന്നു. എന്നാൽ അവസാന പൂവിന് വെള്ളം കിട്ടാനുള്ള ഒരു സാഹചര്യം കുറഞ്ഞതുകൊണ്ട് ഒരു പൂ കൃഷി മാത്രമായി നിന്നിരുന്ന ഒരവസ്ഥ അന്ന് നിലനിന്നിരുന്നു. അപ്പോഴാണ് അന്തിക്കാട് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ഈ പള്ളിയുടെ കിഴക്ക് ഭാഗത്തൂടെ തെക്ക് പടിഞ്ഞാറ് കനാല് പോകുന്നത്. ആ കനാലിൽ നിന്ന് പടിഞ്ഞാട്ട് വെള്ളം കൊണ്ടുവരുന്നതിനുള്ള ഒരു ശ്രമം അച്ഛൻ്റെ നേതൃത്വത്തിലാണ് അന്ന് നടന്നത്. ആ പ്രവർത്തനത്തിൽ നമ്മുടെ വന്നേരി ദിവാകരൻ, അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെയുള്ള ജോസേട്ടൻ, അങ്ങനെ തുടങ്ങിയ ആളുകളുടെ ഒരു പ്രയത്നം അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ 3-4 ആളുകൾ കൂടിയിട്ടാണ് ഇതിൻ്റെ പ്ലോട്ട് കണ്ടെത്തി പിടിക്കുന്നതിനും ലൈൻ കൊണ്ടുപോകുന്നതിനും അവരുടെ കൺസെൻറ്റ് വാങ്ങുന്നതിനൊക്കെ അന്ന് വെറുതെ എന്താ പറയുക, ഫുഡ് ഫോർ വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പദ്ധതിയിലാണ് അത് ഉൾപ്പെടുത്തി നടത്തിയത്. ആ പദ്ധതി അന്ന് അച്ഛൻ അങ്ങനെ കാണിച്ചു തന്നെങ്കിലും ഇപ്പോൾ അത് നമ്മൾ കോൺക്രീറ്റ് ഇട്ട് നല്ലൊരു കനാൽ പോലെയാക്കി കൊണ്ടുവരുന്നതിനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. സ്നേഹവായ്പുകൾ പങ്കുവച്ചവരല്ലേ ഇവിടെ നിന്നും രക്ഷ നേടാതാരും മടങ്ങുകയില്ല. പാപമോചനം യേശു ചിന്തിയ ചോരതൻ വിജയം. സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഇവിടെയോരോ മൺതരിയിലും ജീവൻ തുടിക്കുകയാണിന്ന്. പൂർവഗാമികൾ ചോര നീരായി തന്നതിൻ സുഹൃതം. സുഭഗമോർമകൾ പീലി